അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പരലോകത്ത് ചില ആളുകളെ കൊണ്ടുവരപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെല്ലാം വ്യക്തമാക്കി കൊടുക്കുകയും എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, എന്താണ് നീ എനിക്ക് വേണ്ടി ചെയ്തത്? അവർ പറയും, അല്ലാഹുവേ, ഞാൻ നിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്തു. അല്ലാഹുവേ, ഞാൻ നിന്റെ മാർഗ്ഗത്തിൽ അറിവ് പഠിപ്പിക്കുകയും നിനക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തു. അല്ലാഹുവേ, ഞാൻ നിന്റെ മാർഗ്ഗത്തിൽ ദാനധർമ്മങ്ങൾ നടത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകും, ഇല്ല. നീ യുദ്ധം ചെയ്തത് നീ ധീരനാണെന്ന് മറ്റുള്ളവർ പറയുവാൻ വേണ്ടിയാണ്. നീ പണ്ഡിതനാണ്, നീ പാരായണം ചെയ്യുന്നവനാണെന്ന് പറയുവാൻ വേണ്ടിയാണ് നീ അത് ചെയ്തത്. നീ ധർമ്മിഷ്ഠനെന്ന് ആളുകൾ പറയുവാൻ വേണ്ടിയാണ് നീ അത് ചെയ്തത്. അതെല്ലാം നിനക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്നിട്ട് ആ മൂവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ. മറിച്ച് നമ്മുടെ നോമ്പ്, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ തറാവിയഹ്, നമ്മുടെ സ്വതക്ക, ഇവയെല്ലാം നാമും പ്രവർത്തിക്കുന്നവരാണെന്ന് അറിയിക്കുവാൻ വേണ്ടി ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ അവയൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. കർമ്മങ്ങളെ പൊളിച്ചു കളയുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സംരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.